5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കേരളം ഐഡിയോളജിക്കൽ ഡിബേറ്റിൽ നിന്ന്, ആശയ രാഷ്ട്രീയത്തിൽ നിന്ന്, ഐഡിയോളജിക്കൽ പൊളിറ്റിക്സിൽ നിന്ന് വെൽഫെയർ പൊളിറ്റിക്സിലേക്ക് പോയൊരു സ്ഥലമാണ് ആദ്യകാലത്ത്. വെൽഫെയർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ ക്ഷേമമാണ് പ്രധാനം. ആളുകൾക്ക് പെൻഷൻ കൊടുക്കുക, മറ്റൊരുപാട് കാര്യങ്ങളൊക്കെ കൊടുത്തു ക്ഷേമത്തിൻ്റെ സങ്കല്പത്തിലേക്ക് കേരളം പോയിരുന്നു. ഇന്നിപ്പോൾ അത് മാറി ഒരു കോർപ്പറേറ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് കേരളം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സർക്കാരുമൊക്കെ വളരെ ഗൗരവമായി ചിന്തിക്കുന്ന ഒരു ഡെവലപ്മെൻ്റൽ ഡിബേറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വികസനം ആര് കൊണ്ടുവരുന്നു അവർക്കാണ് വോട്ട് എന്നുള്ള നിലയിലാണ്. വലിയ പാലങ്ങൾ, വലിയ റോഡുകൾ, വലിയ വിമാനത്താവളങ്ങൾ, വലിയ കേരയിൽ പോലുള്ള വലിയ സംവിധാനങ്ങൾ, വലിയ ഫാക്ടറികൾ, ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റുകൾ, അങ്ങനെ വലിയ വലിയ വിഴിഞ്ഞം പദ്ധതി, വലിയ വലിയ പ്രോജക്റ്റുകൾ, ഡെവലപ്മെൻ്റൽ പ്രോജക്റ്റുകളുടെ ഡിബേറ്റാണ് നടക്കുന്നത്. ഈ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു ടെക്നോക്രാറ്റ്, ഒരു ബിസിനസ് മാൻ, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ്, നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ, BJPയുടെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി വരുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 2-3 ദിവസത്തെ പ്രസ്താവനകളും മീഡിയക്കാരോടൊക്കെ സംസാരിക്കുന്ന കാണുമ്പോൾ നല്ല പക്വതയും മറ്റു കാര്യങ്ങളും കാണുന്നുണ്ട്. കാരണം ഈ ആവശ്യമില്ലാത്ത കുഞ്ഞു ലൊട്ടിലൊടുക്ക് വിഷയങ്ങളിലൊന്നും അദ്ദേഹം കയറി കൈവയ്ക്കുന്നില്ല. അതൊരു വലിയ സൈനാണ്. അതേസമയം അദ്ദേഹം തീർച്ചയായും ഈ അടിസ്ഥാന വർഗത്തെ കൂടി ശ്രദ്ധിക്കുമോ? വളരെ ഗൗരവമായ ചില ചോദ്യങ്ങളാണ്. ഇവിടുത്തെ കയർ മേഖല അതീവ ഗുരുതരമായി പോകുന്നതാണ്. എന്നാൽ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും കയറിൻ്റെ വൈവിധ്യവൽക്കരണത്തിനും വലിയ സാധ്യതയാണുള്ളത്. കശുവണ്ടിക്ക് ലോകത്താകെ വലിയ മാർക്കറ്റാണുള്ളത്. അപ്പോഴും നമ്മുടെ കശുവണ്ടി വ്യവസായം എവിടെ നിൽക്കുന്നു? കൈത്തറി, ബാലരാമപുരം കൈത്തറി എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എവിടെ നിൽക്കുന്നു നമ്മുടെ കൈത്തറി? അപ്പോൾ കശുവണ്ടി, കൈത്തറി തുടങ്ങിയ പരമ്പരാഗത വ്യവസായങ്ങൾ എവിടെ? ഒന്നാമത്തെ ചോദ്യം. നമ്മുടെ ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി കോടാനുകോടി രൂപ മുടക്കിയിട്ടുണ്ടെങ്കിലും ആദിവാസികൾ എന്താണ് ഇപ്പോഴും എവിടെയാണ് നിൽക്കുന്നത്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കോളനികളിലേക്ക് നാം കൊണ്ടുപോയതിനു ശേഷം അവരിലുണ്ടാകുന്ന നല്ലൊരു വിഭാഗം ആളുകൾക്കും പലതും നിഷേധിക്കപ്പെടുന്നത് നാം കാണുന്നില്ലേ? തീരദേശ കാലാവസ്ഥാ മാറ്റത്തിൻ്റെയും വിവിധങ്ങളായ പ്രകൃതിക്ഷോഭങ്ങളുടെയും ഒക്കെ ഫലമായി തീരദേശ മേഖല വല്ലാതെ പ്രതിസന്ധിയിലാണ്. വിഴിഞ്ഞം പദ്ധതിയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും പദ്ധതികളുടെ വിപുലതയൊക്കെ വളരെ പ്രധാനമാണ്. അതേസമയം കുറച്ച് മത്സ്യത്തൊഴിലാളികളെയും അവിടുത്തെ ജനങ്ങളെയൊക്കെ ഈ പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ട്. അത് പക്ഷെ നമ്മൾ കാണാതെ പോയിക്കൂടാ. അപ്പോൾ ഒരു വശത്ത് ആദിവാസികളുടെ പ്രശ്നങ്ങൾ, മറുവശത്ത് ഞാനീ പറഞ്ഞ പോലെ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ, വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങൾ, വരൾച്ചയുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രളയത്തിൻ്റെ കാര്യങ്ങൾ, കാലാവസ്ഥ വ്യതിയാനം കേരളത്തിൽ വലിയ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ യുവാക്കൾ, നല്ലൊരു യുവാക്കളും പല കാരണങ്ങളാൽ പുറത്തേക്ക് പോകുന്നുണ്ട്. പല ന്യായങ്ങൾ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ കഴിയുന്ന കേരളത്തിൽ അതെന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? ഇന്ത്യയെ ആകെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന നല്ല കാലാവസ്ഥയുണ്ടായിട്ട്, നല്ല സംഘർഷങ്ങളും മറ്റ് മതവൈര്യം അങ്ങനെയൊന്നും ഇല്ലാത്തൊരു നാടായിട്ട് പോലും എന്തുകൊണ്ട് ഭാരതത്തിലെയും ലോകത്തിലെയും വിദ്യാർത്ഥി സമൂഹത്തെ കേരളത്തിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്ന നിലയിൽ നമുക്ക് ഉന്നത വിദ്യാഭ്യാസത്തെയും പ്രാഥമിക വിദ്യാഭ്യാസത്തെയും ഒക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല? ആയുർവേദം നമുക്ക് വലിയ സാധ്യതയുള്ളതാണ്. എന്തുകൊണ്ട് നാം അത് പ്രയോജനപ്പെടുത്തുന്നില്ല? നമ്മുടെ കാലാവസ്ഥയും പോലെ തന്നെയാണ് പ്രകൃതി വിഭവങ്ങൾ. 44 നദികളും പുഴകളും തോടുകളും കുളങ്ങളും കായലുകളുമായി എത്ര മനോഹരമായ ഒരു ഭൂമിശാസ്ത്ര പ്രദേശം. എന്തുകൊണ്ട് ഇവിടത്തേക്ക് അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല? മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മൾ ഇപ്പോഴും വളരെ അപരിഷ്കൃതരായിട്ട് പോകുന്നത് എന്തുകൊണ്ട്? നമ്മുടെ പുഴകളും തോടുകളും എല്ലാം മലിനമായി തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണമായാലും, ഞാൻ സൂചിപ്പിച്ച അധസ്ഥിത വിഭാഗത്തിൻ്റെ സംരക്ഷണമായാലും, അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇടയിലുള്ള ചൂഷണം, വലിയ ചൂഷണമാണ് നടക്കുന്നത്. തൊഴിലിടങ്ങളിലാവട്ടെ, അവർക്ക് കൊടുക്കുന്ന ശമ്പളമാകട്ടെ വളരെ 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 വലിയ പ്രതിസന്ധിയാണ്. തൊഴിലുറപ്പുകാരാകട്ടെ, അതുപോലെ തന്നെ ആശാ വർക്കേഴ്സ് ആവട്ടെ, അംഗൻവാടിയാകട്ടെ, ബാലവാടിയാകട്ടെ, ഏത് മേഖല എടുത്താലും അവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗക്കാർ, ദളിത് വിഭാഗക്കാർ, പിന്നോക്ക വിഭാഗക്കാർ, മുന്നോക്ക വിഭാഗത്തിലെ ദരിദ്ര പാവപ്പെട്ടവരുമുണ്ട്. അതിൻ്റെ വിഭാഗം ഞാൻ പറഞ്ഞതല്ല. മുന്നോക്ക വിഭാഗത്തിലെ വളരെ പാവപ്പെട്ട ആളുകളെല്ലാം ഈ മേഖലയിലുണ്ട്. അപ്പോൾ ആ മേഖലയിലുള്ള ആളുകളുടെ ക്ഷേമം എങ്ങനെ? അപ്പോൾ സർവ്വതല സ്പർശിയായ കാലാവസ്ഥയെ കൂടി പരിഗണിക്കുന്ന ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളെ എങ്ങനെയാണ് നാം ഉൾക്കൊള്ളുക? എങ്ങനെയാണ് പുതിയ തലമുറയെ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യുക? പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ സ്വഭാവശീലങ്ങളിൽ വലിയ മാറ്റമുണ്ടായിരിക്കും. 2002K കിറ്റുകൾ, അല്ലെങ്കിൽ 2000-ന് ശേഷം വരുന്ന കുട്ടികൾ, 10-25 വയസ്സായ കുട്ടികളിൽ വലിയ മൂല്യച്യുതി വന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക? വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഓരോ മേഖലയും, പരിസ്ഥിതി, കാലാവസ്ഥ, കൃഷി, വ്യവസായം, ടൂറിസം, ആരോഗ്യം തുടങ്ങിയ ഓരോ മേഖലകളുമുണ്ട്. ഈ മേഖലകളെ എങ്ങനെയാണ്
രാജീവ് ചന്ദ്രശേഖർ അഡ്രസ്സ് ചെയ്യുന്നു എന്നറിയുവാൻ കേരള സമൂഹത്തിന് താല്പര്യമുണ്ട്. കാരണം അതൊരു പുതിയ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, അതേ ഒരു ടെക്നോക്രാറ്റ് എന്നുള്ള നിലയിൽ, പരമ്പരാഗത രാഷ്ട്രീയ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെയാണ് ഇതിനെയൊക്കെ കൊണ്ടുപോകാൻ നോക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായുള്ള മിഷൻ ഉണ്ടാക്കും, മിഷൻ ഉണ്ടാക്കുമെന്നൊക്കെ പറയും. മിഷൻ എന്ന് പറയുന്നത് കേവലം ഭരണം പിടിക്കുന്നതിന് മാത്രമാകരുത്. അതിനപ്പുറമുള്ള ഒരു വികസിത കേരളത്തെക്കുറിച്ച്, ഒരു വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ച്, ഒരു ക്ഷേമ കേരളത്തെക്കുറിച്ച്, ഒരു പുതിയ കേരളത്തെക്കുറിച്ച്, ഒരു നല്ല കേരളത്തെക്കുറിച്ച്, നല്ല വെള്ളവും നല്ല വായുവും നല്ല തൊഴിലും നല്ല ആരോഗ്യവും നന്മയുള്ള മനുഷ്യരും ഉണ്ടാകുന്ന ഒരു നല്ല കേരളത്തെക്കുറിച്ച് എന്താണ് പദ്ധതി, എവിടെയാണ് പരിപാടികൾ, എന്താണ് മിഷൻ, അതിനുള്ള വിഷൻ എന്താണ്, ദർശനം എന്താണ്, അതിനുള്ള ദൗത്യം എന്താണ് പരിപാടി എന്ന് കേരള സമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്. അത് പറയുമ്പോൾ അവിടെ വർഗീയതയുടെയും ജാതിയുടെയും മതത്തിൻ്റെയും കെട്ടുപാടുകളും അത്തരം ചർച്ചകളും ഒരു കാരണവശാലും കയറി വരാൻ പാടില്ല. അത് മാറ്റിവെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളെ സർവ്വതല സ്പർശിയായ ഇൻക്ലൂസീവായിട്ടുള്ള വികസനം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാ ഭാഗത്തു നിന്നും എല്ലാവർക്കും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ആനുകൂല്യം കൊടുക്കുന്നതല്ല. വെറുതെ ആനുകൂല്യം കൊടുത്തത് കൊണ്ട് മാത്രം ഉൾക്കൊള്ളലാകില്ല. ആനുകൂല്യം കൊടുക്കൽ ദാനം കൊടുക്കൽ പോലെയാണ്. അതേസമയം നിർഭയമായി യാതൊരു ഭയവുമില്ലാതെ സ്വാതന്ത്ര്യത്തോടുകൂടി ഞങ്ങൾക്കും ഇവിടെ പട്ടിണി കിടന്നാൽ പോലും സുരക്ഷിതമായി ഇവിടെ ജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാ ജനവിഭാഗങ്ങളിലും കൊണ്ടുവരുന്നതിനുള്ള പദ്ധതി എന്താണ്, അതിനനുസരിച്ചുള്ള പ്രവർത്തന പരിപാടികൾ എന്താണ്, അജണ്ട എന്താണെന്നറിയുവാൻ കേരള സമൂഹത്തിനൊരു താല്പര്യമുണ്ട്. അതുകൊണ്ട് പുതിയ സെക്രട്ടറി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർകൾ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് താങ്കളുടെ സമീപനം, എന്താണ് താങ്കളുടെ പരിപാടി, എന്താണ് ഈ പുതിയ കേരളത്തിന് വേണ്ടി താങ്കൾ എപ്പോഴും വികസിത കേരളം എന്ന് പറയുന്നുണ്ട്, എന്താണ് പരിപാടി, അത് പൊതുസമൂഹത്തോട് പറയുവാനും അതിനുള്ള വ്യാപകമായ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുവാനും കഴിയണം. അത് എന്താണെന്നറിയുവാൻ കേരള സമൂഹത്തിന് താല്പര്യമുണ്ട്.